നമസ്കാരം. അല്പം മുമ്പ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വില്ലാഞ്ചിറയിൽ കാറിനും KSRTC ബസിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണുണ്ടായ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംഭവത്തിൽ ഒരാൾ മരിച്ചിരുന്നു. ഇപ്പോൾ ആ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാജകുമാരി പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരണപ്പെട്ടത്. ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി, ജോബി ജോൺ, ജോബിയുടെ ഭാര്യ അഞ്ചുമോൾ ജോബി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജകുമാരി മുരിക്കുംതൊട്ടി സ്വദേശികളുടെ വാഹനത്തിന് പുറത്തേക്കാണ് മരം കടപുഴകി വീണത്. ഒരു ഗർഭിണി അടക്കമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു കുടുംബത്തിലെ 4 പേരാണ് വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നത്. പരിക്കേറ്റവരെ കോതമംഗലത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചീയപ്പാറയ്ക്ക് സമീപം കടയ്ക്ക് മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു. അടിമാലി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി വരുന്നത്. മരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് വില്ലാഞ്ചിറയിൽ ഏറെ നേരം വാഹന ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് ഈ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. വർഷകാലത്ത് പാതയോരത്തു നിന്ന് മരങ്ങൾ മറിഞ്ഞു വീണ് ഈ പാതയിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത് തുടർക്കഥയായിരിക്കുകയാണ്. മുൻപ് പലവട്ടം ഇത്തരത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതിനു ശേഷവും ഈ പാതയോരത്തെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവുന്നില്ല. ഈ ഒരു ദുരിതത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നത്. ഇനി എത്ര പേർ ഇത്തരത്തിൽ അപകടത്തിൽ മരണപ്പെടും എന്നുള്ള കാര്യം കണ്ടറിയണം എന്നതാണ് നിലവിലെ സ്ഥിതി. M4 മലയാളം, കോതമംഗലം.